ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ദുരന്തർ മൂവിയുടെ ഫസ്റ്റ് പാർട്ടിലെ കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഈ സിനിമയിലെ ഗ്യാങ്ങും പൊളിറ്റിക്സും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ പാർട്ട് 2വിൻ്റെ ട്വിസ്റ്റ് മനസ്സിലാക്കാൻ പറ്റൂ. 2004 കാലഘട്ടത്തിലായിരുന്നു രണ്ട് പ്രധാന പാർട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. PAP, പാകിസ്ഥാൻ ആവാം പാർട്ടി. ഇതിൽ പ്രധാന നേതാവ് സമീർ സലാമിയാണ്. ഇദ്ദേഹത്തിൻ്റെ വലങ്കൈയാണ് കുപ്രസിദ്ധ ഗുണ്ടയായ റഹ്മാൻ ഡക്കേറ്റ്. പിന്നെയുണ്ടായത് MPP, മുസ്ലിം മൂവ്മെൻറ്റ് പാർട്ടി. താരതമ്യേന ദുർലഭമായ ഈ പാർട്ടിയാണ് ബാബു ഡക്കേറ്ററും അർഷാദ് പപ്പുവും ഉണ്ടായിരുന്നത്. 1999 ഡിസംബർ 30 ഗാന്ധാർ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. തീവ്രവാദികളുമായി ചർച്ച നടത്തുന്ന R മാധവൻ അവതരിപ്പിച്ച കഥാപാത്രം യാത്രക്കാരെ മോചിപ്പിക്കുന്നു. ഈ സമയത്താണ് പ്രൊജക്റ്റ് ദുരന്തർ ആദ്യമായി ചർച്ചയാകുന്നത്. 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമണമുണ്ടാകുന്നു. ഇതിനുശേഷം പ്രൊജക്റ്റ് ദുരന്തർ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. 2004 ഹംസ അലി മൻസാരി എന്ന ചാരനെ റഹ്മാൻ ഡക്കേറ്ററുടെ ഗ്യാങ്ങിലേക്ക് അയക്കുന്നു. ഒളിഞ്ഞിരുന്ന് ശത്രുക്കളെ തകർക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ലിയാരിയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും റഹ്മാൻ ഡക്കേറ്ററിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ബാക്കി കുറച്ചു ഭാഗം മാത്രം ബാബു ഡക്കേറ്ററിന്റെ കയ്യിലും. റഹ്മാൻ തന്റെ പിതാവായ ബാബുവിനെ കൊലപ്പെടുത്തുന്നു. അതോടെ ലിയാരിയിലെ പൂർണ്ണമായ അധികാരം അയാളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഈ സിനിമയിൽ ബലൂജ്, പത്താൻ ഗ്യാങ്ങുകൾ തമ്മിലുള്ള വംശീയ പോരാട്ടം കാണിക്കുന്നുണ്ട്. ചാരനായ ഹംസ അലി ഒരു ബലൂജിയായി അഭിനയിച്ച് റഹ്മാന്റെ വിശ്വസ്തനാകുന്നു. 2009 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം കാര്യങ്ങൾ മാറിമറിയുന്നു. റഹ്മാൻ ഡക്കേറ്റർ സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ ശ്രമിക്കുന്നത് മറ്റു നേതാക്കളെയും പോലീസിനെയും ചോടിപ്പിക്കുന്നു. ഒടുവിൽ ഹംസ അലി മൻസാരി തന്ത്രപരമായ നീക്കത്തിലൂടെ റഹ്മാൻ ഡക്കേറ്ററെ കൊലപ്പെടുത്തുന്നതോടുകൂടിയാണ് ഒന്നാം ഭാഗം അവസാനിക്കുന്നത്. രണ്ടാം ഭാഗം ഞാൻ കണ്ടു. അപ്പോൾ വളരെ മികച്ച ഒരു പ്രതികരണം ഇന്ത്യയിലൊട്ടാകെ ലഭിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണുക. അതിലെ ആക്ഷൻസ് ആയാലും അതിൻ്റെ സംവിധാനമായാലും അതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കം എല്ലാ കാര്യങ്ങളും വളരെ മികച്ചതാണ്. അപ്പോൾ എല്ലാവരും കാണുക ആ സിനിമ. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വളരെയധികം പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം.